ടോപ്പ് 3 ഫുഡ്സ് ദാറ്റ് ഹാം യുവർ ടീത്ത്. എൻ്റെ പേര് ഡോക്ടർ സുമയ്യ ബാബു. ഞാൻ മലബാർ ഡെന്റൽ ക്ലിനിക്കിലെ മെഡിക്കൽ ഡയറക്ടറാണ്. ഒന്നാമതായിട്ടുള്ളത് ഷുഗറി സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ്. ഷുഗർ പല്ലിലിരിക്കുമ്പോൾ ഷുഗറും ബാക്ടീരിയയും കൂടിയും റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ആസിഡ് ഉണ്ടാവും. ഈ ആസിഡിൽ പല്ല് ഡിസോൾവ് ചെയ്തിട്ടാണ് ക്യാവിറ്റീസ് ഉണ്ടാവുന്നത്. നോർമലി നമ്മുടെ വായിൽ ഒരു 12 hours എടുക്കും ഈ ബാക്ടീരിയയും ഫുഡും കൂടി റിയാക്ട് ചെയ്ത് പ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം പല്ലിൻ്റെ ഉപരിതലത്തിലുണ്ടാവും. ഇതിലാണ് പല്ല് ഡിസോൾവ് ആയി പോകണം. എവറി 12 hours നിങ്ങൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ഈ പ്ലാക്ക് ഫോർമേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും, പല്ലിനെ ഡീക്കേയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബ്രഷ് ട്വൈസ് എ ഡേ എന്ന് പറയും. രണ്ടാമതായി നമ്മുടെ പല്ലിനെ കേടുവരുത്തുന്ന ഫുഡാണ് അസിഡിക് ഫുഡ്സ്. അസിഡിക് ഫുഡ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ലെമൺ ജ്യൂസസ്, വിനീഗർ, പിക്കിൾസ്, ഓറഞ്ച് ജ്യൂസ്. ഇനി അങ്ങനത്തെ ഫുഡ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് വായ ഗാർഗിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ഫുഡ് സ്റ്റിക്കി ഫുഡ്സ് ആണ്. സ്റ്റിക്കി ഫുഡ്സിന് എക്സാമ്പിളാണ് റേസിൻസ്, സ്റ്റിക്കി കാൻഡീസ്, കാരമൽ. ഇത് പല്ലിന് കേടുവരുത്തുന്നത് അത് കുറേ സമയം പല്ലിൽ ഒട്ടി നിൽക്കും. പല്ലുമായിട്ടുള്ള കോണ്ടാക്ട് ടൈം കൂടുന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ബാക്ടീരിയയും ആസിഡ് ഫോർമേഷനൊക്കെ കൂടും. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് കഴിയുന്നത്ര വേഗം പല്ല് നന്നായിട്ട് ഗാർഗിൾ ചെയ്യുക. ബ്രഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബ്രഷും ചെയ്യുക. റിമെമ്പർ, എ ഹെൽത്തി സ്മൈൽ സ്റ്റാർട്ട്സ് വിത്ത് സ്മാർട്ട് ഫുഡ് ചോയ്സസ്.